ദാമ്പത്യ പ്രശ്നങ്ങളിൽ പരസ്പരം പകവീട്ടാൻ കള്ളക്കേസുകളും പരാതികളും കൊടുക്കുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് എലത്തൂരിൽ നിന്ന് കേട്ടത് അത്തരമൊരു കേസാണ്. ഭാര്യ ഭർത്താവിൻ്റെ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന പരാതി വ്യാജമെന്നാണ് വീട്ടമ്മയുടെ ആരോപണം. ഭർത്താവ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും പരസ്ത്രീ ബന്ധം അറിഞ്ഞത് മുതൽ 9 വർഷമായി പീഡിപ്പിക്കുകയാണെന്നും വീട്ടമ്മ ആരോപിക്കുന്നു. സംഭവത്തിൽ വീട്ടമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഭാര്യ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് തലക്കുളത്തൂർ സ്വദേശിയായ മധ്യവയസ്കൻ എലത്തൂർ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഭർത്താവ് കള്ളക്കേസ് കൊടുത്തതാണെന്നാണ് ഭാര്യയുടെ ആരോപണം. ഭക്ഷണമുണ്ടാക്കുന്നതിനിടെ ഭർത്താവ് കത്തിയുമായി എത്തി കഴുത്തിൽ ചേർത്ത് പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സഹോദരന്റെ മകനെയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് മുറിയിലേക്ക് പോയി ഇയാൾ സ്വയം ജനനേന്ദ്രിയം മുറിച്ചതാണെന്നും വീട്ടമ്മ പറയുന്നു. എന്റെ കഴുത്തിന് കത്തി വെച്ച് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ കുതറി മാടി കത്തി കൈക്കൊണ്ട് പിന്നെ അടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതാ. കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇങ്ങനെ തന്നെ ഈ വിഷയം പറഞ്ഞ് വീട്ടിൽ അടി ഉണ്ടായപ്പോ ഇന്റെ മക്കളെയും തലക്ക് അടി പിന്നെ വടി കൊണ്ട് ഫ്രൈ പാൻ കൊണ്ടൊക്കെ അടിച്ചതാക്കിയിട്ട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതാ. തന്റെ നിരപരാധിത്വം തെളിയും വരെ പോരാടുമെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും വീട്ടമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ഭർത്താവിന്റെ പരാതിയിൽ എലത്തൂർ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്.